ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ കർക്കിടക സംക്രാന്തി ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കൊല്ലമാണെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പം എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. കാരണം ഞാൻ ഒരാഴ്ച എടുത്തിട്ട് ചെയ്ത ക്ലീനിങ് ആണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കാരണം ഒന്നാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ പാല് കാച്ചലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തീരെ വയ്യാണ്ടായി, പനിയും വയറിനും ആകെ പ്രശ്നമായിട്ട്. അപ്പം ഇപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഒരു ആരോഗ്യം ഇല്ല കേട്ടോ. പിന്നെ അമ്മയ്ക്കും മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലൊന്ന് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഈ പുല്ലും കാടും ഒക്കെ ഓൾറെഡി എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അമ്മ വേനൽക്കാലത്തൊക്കെ ഒരാഴ്ച കൂടുമ്പോൾ പറിക്കുന്നതാണ്. ഇപ്പോൾ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഒരു 2 ആഴ്ച ഗ്യാപ്പ് വന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ ഒരു സമയത്ത് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഈ ഒരു സമയത്ത് പറിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു മഴ സമയത്ത് നമ്മുടെ കർക്കിടകത്തിൻ്റെ തൊട്ട് മുന്നേയൊക്കെയാണ് ഞാൻ പറിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും അമ്മ തന്നെയാണ് പറിക്കാറ്. അപ്പോൾ ഞാൻ എന്തായാലും പുല്ലൊക്കെ പറിക്കാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെ പുല്ല് പറിക്കാൻ വേണ്ടിയിട്ട് തനുവും ഹെൽപ്പിന് വന്നിട്ടുണ്ട്. അപ്പോൾ മോനോട് ഞാൻ പുല്ല് തൊടണ്ടെന്നൊക്കെ പറഞ്ഞാലും അവനും വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ ഓരോ പുല്ലും കാടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാനേ നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലാണെങ്കിൽ അമ്മയും അച്ഛമ്മയും കർക്കിടകത്തിന് ഒരു 2 ആഴ്ച മുന്നേ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവരെല്ലാം തട്ടിക്കൊട്ടി വൃത്തിയാക്കി അവരിങ്ങനെ പറയും കേട്ടോ, വൃത്തിയാക്കിയില്ലെങ്കിൽ ചേട്ട വന്ന് കൂടുന്നൊക്കെ. അപ്പം ഞാനും അനിയത്തിയും വിചാരിച്ചിരുന്നത് ഇതെന്തോ ഒരു പല്ലെന്നൊക്കെ ഉള്ളൊരു നികൃഷ്ട ജീവിയാണെന്ന്. അപ്പം ഞങ്ങളും കൂടുമായിരുന്നു ക്ലീനിങ്ങിനൊക്കെ. അപ്പോൾ ആ ഒരു മെമ്മറീസൊക്കെയാണ് കേട്ടോ വന്നത്. പിന്നെ ഞങ്ങൾ വേഗം ക്ലീനിങ്ങിനും ഇതൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോരോന്നായിട്ട് ഇനിയിപ്പോൾ എവിടെയാണ് ക്ലീൻ ചെയ്യാനുള്ളതെന്ന് ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ അടിച്ചു വരാനുള്ള സ്ഥലത്ത് അടിച്ചു വരാനുണ്ടായിരുന്നു. സൂര്യൻ മിഥുനരാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് പോകുന്നതിനെയാണ് കേട്ടോ നമ്മൾ കർക്കിടക സംക്രാന്തി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാസമാണ്. കാരണം ഈ മാസത്തിൽ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും പൂപ്പലും അതുപോലെ പല രോഗാണുക്കളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ക്ലീനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആത്മീയമായിട്ടും ആരോഗ്യമായിട്ടും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു മാസമാണ്. അപ്പം നമ്മൾ അതിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ കാരണം നമുക്ക് പല അസുഖങ്ങളും ഒക്കെ ഈ ഒരു മാസമാണ് നമുക്ക് കൂടുതലായിട്ട് പിടിപെടാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും പക്ഷേ അതിൽ കൂടുതൽ തന്നെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ശുചീകരണത്തിനും ഒക്കെ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമാണ്. എല്ലാം റീസെറ്റ് ചെയ്യുന്നൊരു സമയമാണ് കേട്ടോ. നമ്മളെല്ലാം റീസെറ്റ് ചെയ്ത് ഒരു മുൻകരുതലാണ് നമ്മുടെ കർക്കിടക മാസത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പണ്ടൊക്കെ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ഒട്ടും തീരാത്ത പോലെ നമുക്ക് തോന്നും കേട്ടോ. ഈ ഒരു 12 മാസത്തിൽ കർക്കിടക മാസമാണ് നമുക്ക് ഭയങ്കര സ്ലോ ആയിട്ട് പോകും പോലെ തോന്നുക. അപ്പം നമ്മൾ ആ ഒരു കർക്കിടക മാസം സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഓരോ രോഗങ്ങളൊക്കെ ഒരു വരുന്ന മാസം സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഓരോ നാട്ടിലും ഓരോ രീതികളാണ്. പക്ഷേ ക്ലീനിങ് ഒക്കെ എല്ലാ നാട്ടിലും ഉണ്ടെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. എല്ലാ വീടുകളിലും ഉണ്ടാവും. പിന്നെ രാമായണ പാരായണം, ശീവോതി വെക്കൽ. എൻ്റെ വീട്ടിലൊക്കെ അച്ഛനുള്ള സമയത്ത് രാമായണം വായിക്കും, പിന്നെ ശീവോതി വെക്കും. അച്ഛൻ വായിച്ച് തുടങ്ങും, അതിൻ്റെ ബാക്കി ഞാനാണ് കേട്ടോ ആക്കൽ. അപ്പം ഞാനും ചേച്ചിമാരും അങ്ങനെ ഞങ്ങളാണ് അധികവും വായിക്കൽ. അപ്പോൾ ആ കാലമൊക്കെയാണ് കേട്ടോ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഒരു പ്രത്യേക രസമാണ് കർക്കിടകം എന്ന് പറഞ്ഞാൽ. രാവിലെ എണീക്കുമ്പോൾ തന്നെ ശീവോതി. അപ്പോൾ ശീവോതി വെച്ചിട്ട് അതിൽ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മ വെക്കുക. അപ്പം ഞാനും അനിയത്തിനെ അടി കൂടുക. അപ്പോൾ ഇവിടെ അങ്ങനെ ശീവോതിയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ കർക്കിടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർക്കിടകത്തിൽ പ്രധാനം മരുന്ന് കഴിക്കുക, പൊടി കഴിക്കുക. അതിവിടെ നിർബന്ധമാണ്. ഇവിടെ കർക്കിടകത്തിൽ കല്യാണം കഴിപ്പിച്ച് വിട്ട എല്ലാ പെൺകുട്ടികളും സ്വന്തം വീട്ടിൽ വന്ന് എത്രയോ ദിവസം പൊടിയും മരുന്നും ഒക്കെ കഴിക്കും. അപ്പം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഒരു ശീവോതി, രാമായണം വായന അതൊക്കെയാണ് പ്രധാനം. അപ്പോൾ ക്ലീനിങ് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. ഞാൻ പിന്നെ ബാക്കിയുള്ള സ്ഥലമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടു. പിന്നെ ഇതിപ്പോൾ എത്ര വൃത്തിയാക്കിയിട്ടും പിന്നെയും പുല്ലും കാടും ഒക്കെ വരും. പിന്നെ അധികമായിട്ടൊന്നും ക്ലീൻ ആക്കാനില്ലായിരുന്നു. അമ്മ ക്ലീൻ ആക്കുന്നതുകൊണ്ട് തന്നെ സാധാരണ എല്ലാവരും അകമൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പുറം ക്ലീൻ ചെയ്യാൻ നിൽക്കുക. ഞാൻ വിചാരിച്ചു ഇന്ന് പുറം ക്ലീൻ ചെയ്തിട്ട് വേറെ ദിവസം ക്ലീൻ ചെയ്യാമെന്ന്. പക്ഷേ വേഗം പുറത്തെ ക്ലീനിങ് കഴിഞ്ഞുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി മാറാതെ തട്ടി അടിച്ചു വാരി ഇടുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒന്ന് തുടച്ചിടണം. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫുള്ളായിട്ട് ജനലും വാതിലും ഒക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാറാലൊക്കെ തട്ടി സെറ്റാക്കി എടുക്കുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലായിരുന്നു. ഇപ്പം ഞാനാണെങ്കിലും അമ്മയാണെങ്കിൽ. പക്ഷെ നമ്മൾ കർക്കിടകം സംക്രാന്തിയൊക്കെയല്ലേ വരുന്നത്. അപ്പം എല്ലാം ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചേ. എനിക്ക് ഇങ്ങനത്തെ പഴയ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫോളോ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ടല്ലോ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഫോണിൽ ക്ലിയർ ഇല്ല, നമുക്ക് എടുക്കാൻ അറിയില്ല, അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കാണ്ട് മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ
കളിയാക്കാൻ ആളുകളുണ്ടാവും, നീ എന്താ ഈ വീഡിയോ ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സ് ഉണ്ടാവും. അതുമാത്രമല്ല, നമ്മളിതൊരു ജോലിയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്ന ഒരു സമയം വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ റുട്ടീൻ സെറ്റ് ചെയ്യുന്നു. എനിക്ക് ഈ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ എടുക്കുമ്പം നമുക്കൊരു റുട്ടീൻ സെറ്റായിട്ട് വരും. എനിക്കതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടുന്ന ഒരാളാണ്. അതൊരു ഏതെങ്കിലും കാലത്ത് ഇൻകം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. എല്ലാവരെ പോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട് ഒരു ഇൻകം വേണമെന്നുള്ളത്. പക്ഷേ ഇൻകം കിട്ടിയില്ലെങ്കിലും നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയും കൂടിയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. പക്ഷേ നമ്മൾ ഇത്ര നന്നായിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടും നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാതിരിക്കുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ വരും. പക്ഷേ ഇത്രയും ആൾക്കാരെങ്കിലും കാണുന്നുണ്ടല്ലോ, അതിൽ കുറച്ചെങ്കിലും പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് വരുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അതൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ വേഗം അതൊക്കെ സെറ്റാക്കി. പിന്നെ ഞാൻ ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളൊന്ന് തട്ടി വിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ കവറൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഈ ടേബിൾ ഉപയോഗിക്കാറേ ഇല്ല. ഞങ്ങൾ പുറത്തിരുന്നിട്ടാണ് എപ്പോഴും ഫുഡ് കഴിക്കുക. കാരണം പുറത്തിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ എല്ലായിടവും ഒന്ന് അടിച്ചു വാരിയിട്ടു. റൂമും കാര്യങ്ങളും എല്ലാ റൂമിൻ്റെയും മറാലൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. വേറൊന്നുമല്ല, ഞാൻ മീഷോന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബെഡ്ഷീറ്റ് സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബെഡ്ഷീറ്റ്, 2 കുഞ്ഞ് ക്യൂട്ട് പില്ലോസ്, പിന്നെ പില്ലോ കവറ്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ കുളി കഴിഞ്ഞ് അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് അതും ഒന്ന് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കണം എന്ന് അതൊന്ന് വിരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റേണ്ട ദിവസമാണ്. അപ്പം ഞാൻ വേഗം റൂമൊക്കെ ആകെ കൊളായിട്ടിരിക്കുകയായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ തന്നെ സാധാരണ അതൊക്കെ സെറ്റ് ആക്കുന്നതാണ്. ഇന്ന് ഞാൻ വിചാരിച്ച് വീഡിയോ എടുത്ത് സാവധാനം അങ്ങനെ സെറ്റ് ആക്കാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റൂമിൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞു. പിന്നെ ഞാൻ വേഗം കുളിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി തല കുളിച്ചിട്ട്, പനിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് പാല് കാച്ചലിൻ്റെ തലേന്ന് തുടങ്ങിയ പനിയാണ്. അപ്പോൾ പാല് കാച്ചലിന് എനിക്ക് അതായത് എൻ്റെ സ്വന്തം വീടിൻ്റെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയും അച്ഛമ്മയാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ തലേന്ന് മുതലേ ഓരോ പണികളൊക്കെ കഴിഞ്ഞപ്പം വേദനയും കാര്യങ്ങളൊക്കെ തുടങ്ങി. പിറ്റേന്നായപ്പോഴത്തേക്കും തീരെ വയ്യാണ്ടായി. ഞാൻ പിന്നെ അന്ന് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു പാല് കാച്ചലിൻ്റെ ടൈമിൽ. ആ ഗണപതി ഹോമത്തിൻ്റെ സമയത്തൊക്കെ എങ്ങനെയോ പിടിച്ചു നിന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങ് പോരുകയും ചെയ്തു. വയ്യാണ്ട് അവിടെ ആണെങ്കിൽ ഭയങ്കര തണുപ്പുമാണ് കേട്ടോ, വയനാട്ടിലായതുകൊണ്ട് തന്നെ. അപ്പം ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അവിടുത്തെ ഡേ ഇൻ മൈ ലൈഫും ഹോം ടൂറൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ വേഗം കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ കാച്ചിയ എണ്ണയാണ് ഡബിൾ ബോയിലാണ് ചെയ്യുന്നത്. ഞാൻ ഈ മസാജും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് മസാജൊക്കെ ചെയ്തു. ഫേസ് പാക്ക് ഇടണം എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നാളെ എങ്ങാനും ഇടാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഫേസ് പാക്ക് ഒന്നും ഇട്ടില്ല. ഹെയറിൽ അത് മാത്രം അപ്ലൈ ചെയ്തതിന് ശേഷം മസാജൊക്കെ കൊടുത്ത് ഷാമ്പു വാഷൊക്കെ ചെയ്തു കേട്ടോ. ഞാൻ അധികം ഷാമ്പു ഉപയോഗിച്ചില്ല. കുറച്ച് മൈൽഡായിട്ട് ഷാമ്പു ഒക്കെ വാഷ് ചെയ്ത് കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ എടുക്കാൻ. അങ്ങനെ ബെഡ്ഷീറ്റ് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ഇതിന് 300 സംതിങ്ങേ ഉള്ളൂ കേട്ടോ. പക്ഷേ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ബെഡ്ഷീറ്റ് ഇങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ലതെന്നാണ്. അപ്പോൾ അതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടു കേട്ടോ. അപ്പം നമുക്ക് പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുമ്പം അത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്